ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സന്ദേശം എന്നൊരു സിനിമയിൽ ഇനി പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗ് മലയാളികൾ സ്ഥിരമായി തമാശയായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിപ്പോൾ സീരിയസ് ആയി തന്നെ നെതന്യാഹു ഉപയോഗിക്കുകയാണ്. പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് നെതന്യാഹുവും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണം ഹിറ്റ്ലറുടെ നാസി തടങ്കൽ പാളയമായ ഓഷ്വിറ്റ്സ് വിമോചനത്തിൻ്റെ 80ാം വാർഷിക ദിനമായ ജനുവരി 27-ന് ലോകരാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ദിനമായി ആചരിക്കുകയാണ്. ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഉൾപ്പെടെ ലോകത്തുള്ള മിക്ക രാഷ്ട്ര തലവന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചടങ്ങുകൾ പോളണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോളണ്ടിൽ എത്തേണ്ടതുണ്ട്. എന്നാൽ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഈ നാസി തടങ്കൽ പാളയത്തിൻ്റെ അനുസ്മരണ ദിനത്തിൽ നെതന്യാഹുവിന് പോളണ്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം നെതന്യാഹുവിന് ഇൻ്റർനാഷണൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ളതിനാലാണ്. നെതന്യാഹുവിനെ ഒരിക്കലും പോളണ്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം നെതന്യാഹു ഒരിക്കൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഈ ICCയുടെ വാറണ്ട് പോളണ്ടിനും ബാധകമായതിനാൽ ഏതെങ്കിലും കാരണവശാൽ നെതന്യാഹു പോളണ്ടിലെത്തിയാൽ നെതന്യാഹുവിനെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും, പോളണ്ടിലെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് അർത്ഥം. അത് യൂറോപ്പിലെ ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് ഇറ്റലിയും ജർമ്മനിയും എല്ലാം പറയുന്നത് നെതന്യാഹുവിനെ കിട്ടിയാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. കാരണം അയാൾ യുദ്ധക്കുറ്റവാളിയാണ്. അതുതന്നെയല്ല, ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പോളണ്ടിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പങ്കെടുക്കുന്നുമില്ല. അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ ജൂതന്മാരെ കൊന്നാൽ അവരതിനേക്കാൾ ക്രൂരതയാണ് ലോകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം മാറി നിൽക്കുന്നത്. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നത് ഈ പോളണ്ടിനെ പോലെ തന്നെ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണമെന്ന് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പാടില്ല. അന്താരാഷ്ട്ര കോടതിയുടെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അല്ലാതെ ചില രാഷ്ട്രങ്ങൾക്ക് മാത്രം ഈ നിയമം ബാധകമാകുകയും അമേരിക്കയും ഇസ്രായേലും പോലുള്ള ചില ഭീകര രാഷ്ട്രങ്ങൾക്ക് ഈ നിയമം ബാധകമല്ലാതാകുകയും ചെയ്യുന്നത് ഇരട്ടത്തപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാര്യം അമേരിക്കയോടെ കൊട്ടി നിൽക്കുന്ന രാജ്യമൊക്കെയാണ് ഈ പോളണ്ട്. തന്നെയുമല്ല, ഈ പോളണ്ടിൽ നിന്നും ഒരുപാട് ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഈ പോളണ്ടിലെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പക്ഷേ അയാൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. അമേരിക്ക മാത്രം അയാൾ യുദ്ധക്കുറ്റവാളിയല്ല എന്ന് പറഞ്ഞാലും ലോകത്തിൻ്റെ മുന്നിൽ അയാൾ യുദ്ധക്കുറ്റവാളി തന്നെയാണ്. അതിന് അയാൾ വിചാരണ നേരിടണം എന്നാണ് ലോകത്തെ പല നേതാക്കളും ഒറ്റക്കെട്ടായി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. 19-ാം തീയതി രാത്രി 2:35 ഇസ്രായേലിലേക്ക് ഹൂത്തികൾ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ രാത്രി 3:15 ഇസ്രായേലിലേക്ക് അതിഭയാനകമായ ആക്രമണമാണ് ഹൂത്തികൾ നടത്തിയത്. ഞാൻ മുൻ വാർത്തയിൽ പറഞ്ഞിരുന്നു, അതായത് ഹൂത്തികൾ വെള്ളിയാഴ്ച ഇന്നലെ ഉച്ചയ്ക്ക് യമനിൽ പൊതുജനങ്ങൾ പങ്കെടുത്ത ഒരു വലിയ മാർച്ച് നടന്നിരുന്നു എന്നത്. അതിൽ അവർ ചില പ്രതിജ്ഞകൾ എടുത്തിരുന്നു. ഇസ്രായേലിനെ ഞങ്ങൾ തീർച്ചയായും നേരിടും എന്ന് തന്നെയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിൽ പ്രതിജ്ഞ ചെയ്തത്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ രാത്രി അതിഭയാനകമായ ആക്രമണമാണ് അവർ ഇസ്രായേലിലേക്ക് നടത്തിയത്. അതിൽ 16 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേലിന് അതിഭയാനകമായ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അവിടെ പരിക്കുണ്ടായിട്ടുണ്ട്, മരണമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത്രയധികം മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ ഹൂത്തികൾ ഇസ്രായേലിനെ ഇന്നലെ രാത്രി ആക്രമിച്ചത്. പക്ഷേ അത് ഇസ്രായേലി ഗവൺമെൻറ് ഇപ്പോഴും തുറന്ന് സമ്മതിച്ചിട്ടില്ല. അവർ പറയുന്നത് 16 പേർക്ക് നിസ്സാര പരിക്കേറ്റെന്നാണ്. ഈ ഓടി വല്ലോ തൊലി പോയതൊക്കെ ആയിരിക്കും, വീണിട്ടൊക്കെ തൊലി പോയതൊക്കെ ആയിരിക്കും. അല്ല എങ്ങനെ പോകാനാ? ഈ മിസൈലൊക്കെ വീഴുമ്പോഴേ ഒന്നും പറ്റില്ല എന്ന് പറയുന്നത് ഏറ്റവും രസകരമായി കേൾക്കാൻ തന്നെ. അത് വീണ ഭാഗം തന്നെ ഒരു വലിയൊരു കുഴിയായി മാറിയിരിക്കുക, ഭയാനകമായ വലിയൊരു കിണർ പോലെ, വലിയ കിടങ്ങ് പോലെ കുഴിയായി മാറിയിരിക്കുകയാണ്. എന്നിട്ടും ആർക്കും ഒന്നും പറ്റിയില്ല. അതിൻ്റെ ആ ഷോക്ക് തന്നെ മതി, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളവരെല്ലാം അപ്പം തന്നെ അടിച്ചു പോകും.
എന്നിട്ടും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇസ്രായേലിന് വളരെ നഷ്ടത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം ഈ ജബലിയയിൽ ഒരു ചാവേർ ആക്രമണം നടന്നിട്ടുണ്ട്. അത് ഒരു മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജബലിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് കടന്നു കയറിയ 2 സൈനികരെ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ആദ്യം തന്നെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം അയാൾ അവിടെ നിന്ന് ഇസ്രായേലി സൈനിക യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിലേക്ക് കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന 6 പേരെ ഒരു ബെൽറ്റ് ബോംബ് ആക്രമണത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അയാൾ മരിച്ചു കേട്ടോ. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതിലും പരിക്കുണ്ടായിട്ടുണ്ട്. പലരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. ഇതുവരെ ഗസയിൽ നിന്നും ഒരു ചാവേർ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ അത് സംഭവിച്ചിരിക്കുകയാണ്. തുടർന്നും ഈ ചാവേർ ആക്രമണം ഉണ്ടാവും എന്ന് ഇസ്രായേൽ നന്നായി തന്നെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാറിന് അവർ തയ്യാറാകും എന്നുള്ളത് സത്യം തന്നെയാണ്. രക്ഷയില്ല. കാരണം ഈ ഗസയിൽ തന്നെ പല രീതിയിൽ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. തന്നെയുമല്ല, ഹൂത്തികളുടെ ഈ നിലപാട് അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഹൂത്തികൾ ദിവസവും അടിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് പിന്നെ അടിക്കും. ഹൂത്തികൾക്ക് ഇതിപ്പോൾ ഒരു രസമാണെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് ഇഷ്ടംപോലെ മിസൈൽ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇറാനിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചോന്നും പറയും, കാശും കൊടുക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാശും കിട്ടും. ചുമ്മാ ഇരുന്ന് രാവിലെ ഒന്ന് കത്തിച്ചങ്ങ് വിട്ടാൽ മതി. എന്നാൽ ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ സയനിസ്റ്റുകൾ ഈ ഹൂത്തികൾക്കും കഴിഞ്ഞ ദിവസം വൻ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അവരുടെ വൈദ്യുതി നിലയങ്ങൾ, എണ്ണ ശേഖരങ്ങൾ ഇതെല്ലാം അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. വൻ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ 9 പേര് മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. അതൊക്കെ ഒരു സാധാരണ സംഭവം പോലെ കണ്ടുകൊണ്ടാണ്, അതിൻ്റെയും കൂടി പ്രതികാരമാണ് ഇന്നലെ വെള്ളിയാഴ്ച ഈ പൊതുജനങ്ങൾ കൂടിക്കൊണ്ട് വൻ മാർച്ച് തന്നെ അവിടെ നടത്തിയത്. ഈ പൊതുജനങ്ങളെല്ലാം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും രക്ഷയുണ്ടാവില്ല. ഹൂത്തികളിപ്പോൾ വൻ ശക്തിയുമായിരിക്കുകയാണ്. അവർക്ക് യാതൊരു ഭയമില്ല. ഞാൻ മുൻ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഓരോ ദിവസവും ഹൂത്തികൾ ശക്തി പ്രാപിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ്. വരും ദിവസങ്ങളിലും ഹൂത്തികളിൽ നിന്നും ഇസ്രായേൽ കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.